ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ ഡെഡ് ബോഡി വിലാപയാത്രയുടെ അകമ്പടിയോടുകൂടെ സെമിത്തേരിയിൽ അടക്കാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. കർത്താവദാസൻ പാസ്റ്റർ മാത്യൂസ് പ്രാരംഭമായി പ്രാർത്ഥിച്ച സർവാശ്വാസങ്ങളുടെയും ഉടമസ്ഥയുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ ഭൂമിയെ 86 വർഷം ജീവിപ്പാൻ പിതാവേ തലമുറകൾക്കും തന്റെ കുടുംബത്തിനും തന്റെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി ഈ ലോകത്തിൽ അധ്വാനിപ്പാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരു വിശ്രമത്തിനായി തന്നെ ദൈവം വിളിച്ചു ചേർത്തതിനായി ഞങ്ങൾ അങ്ങയെ ഒരുമിച്ച് സ്തുതിക്കുകയാണ്. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും നിത്യജീവനായി, ചിലർ നിത്യലജ്ജയ്ക്കായി, നിത്യനിന്ദയ്ക്കുമായി ഉണരുമല്ലോ. പിതാവേ, ഞങ്ങൾ നിത്യജീവനിലേക്ക് ഞങ്ങളെ വിളിക്കപ്പെട്ട നീതിമാന്മാരായി ഞങ്ങളെ അങ്ങ് ഒരുക്കപ്പെട്ടതോടെ ദൈവത്തോട് സ്തോത്രം. ഞങ്ങളെ കർത്താവേ ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ചതോട് സ്തോത്രം. ഈ സെമിത്തേരി ശുശ്രൂഷ പ്രാരംഭ അവസാനം വരെയും അങ്ങയുടെ സാന്നിധ്യം പകരണമേ. എല്ലാറ്റിലും അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. അങ്ങയുടെ അഭിഷിക്തന്മാരെ തൃക്കരകൾ വഹിക്കണമേ. തലമുറകൾ, കുടുംബങ്ങൾ, എല്ലാവരെയും ബന്ധുക്കളായി, ചർച്ചക്കാരായി, സഭാവിശ്വാസികളായി ഏവരെയും തിരുവചനത്തിന്റെ ഉറപ്പും ധൈര്യവും പിന്നെ ഏവർക്കും നൽകണമേ. ആരെങ്കിലും അതിനത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അടുക്കുവാൻ, ഒന്നുകൂടെ ദൈവമായി നെരുപ്പ് പ്രാപിപ്പാൻ, വീണ്ടെടുപ്പിന്റെ അനുഭവം, നിരപ്പിന്റെ അനുഭവം, സമാധാനത്തിന്റെ അനുഭവം, പ്രത്യാശയുടെ അനുഭവം ഈ ശുശ്രൂഷയിൽ പകരണമേ. അങ്ങയുടെ നാമം മാത്രം മഹിമപ്പെടട്ടെ. കർത്താവ് രക്ഷിതാവുമാകുന്ന ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. ദൈവമക്കളുടെ പ്രത്യാശ ഉണർത്തുന്നതായ ഒരു ഭക്തന്റെ മരണാനന്തരം സ്വർഗത്തിൽ തനിക്ക് ലഭിക്കുന്ന നിത്യജീവനിൽ പ്രതിഫലത്തെ കുറിച്ച് ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്ന അനേക ദൈവവചനങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ദൈവമക്കളുടെ ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി കർത്താവിന്റെ ദാസന്മാർ ഇപ്പോൾ വായിച്ച് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളും 50 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ ഈ ശിശുവിൽ സംബന്ധിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ മാറി മാറി വായിപ്പാനായിട്ട് ഓർപ്പിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും അരിഷ്യന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മനുഷ്യരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താത്താന്റെ നിലയിലെത്രയും ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിക്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാകുന്നു.
ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ സകലവും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എത്ര സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ഒരുവൻ എങ്ങനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. കൂടാതെ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി അത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വീട്ടിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയ ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവനെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് അനന്തരം ഈ സെമിത്തേരിയിലെ ശുശ്രൂഷ സംബന്ധിക്കുന്ന ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, പ്രിയ അപ്പച്ചനുള്ള ബന്ധത്തിൽ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് കാനഡ, ഡാളസ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നും കടന്നു വന്ന് സഹകരിക്കുന്ന ദൈവഭക്തന്മാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, സെന്ററിൽ നിന്നും കർത്താവിന്റെ വിലാസന്മാർ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ വീണ്ടും അറിയിക്കുന്നു. ഇളമ്പൽ മാടപ്പാറ വടക്കേക്കര പുത്തൻ വീട്ടിൽ ശ്രീമാൻ പി ഒ ജോർജ് 2014 12 ഞായറാഴ്ച വൈകവേളയിൽ 6:30 തന്റെ ശരീരം വിട്ട്, തന്റെ ഭവനം വിട്ട്, തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഭാഗ്യം പ്രിയ പിതാവിന് ദൈവം നൽകി. അദ്ദേഹത്തിന്റെ അവസാന ശുശ്രൂഷയാണ് നമ്മൾ ഈ സെമിത്തേരിയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 86 വർഷം വളരെ പ്രത്യാശയോടെ ജീവിച്ച് കർത്താവിനെ ആത്മാർത്ഥയോടെ ആരാധിക്കുകയും സേവിക്കുകയും കർത്താവിന്റെ വേലയിൽ വളരെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രിയ പിതാവിന്റെ
അവസാന ഫ്യൂണറൽ സർവീസിൽ സംബന്ധിപ്പാൻ നമുക്കും ദൈവം അവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അവസാനം വരെയുള്ള ശുശ്രൂഷകളും നടക്കുന്നത്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തുവെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അനേക ദൈവദാസന്മാരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും അകമ്പടിയോടുകൂടെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രിയ പിതാവിന് അന്ത്യയാത്ര ചൊല്ലുവാൻ നമ്മൾക്ക് ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ പ്രത്യാശ മരണം കൊണ്ടും കല്ലറയിലെ അടക്കം കൊണ്ടും അവസാനിക്കുന്നില്ല. അതിനപ്പുറമായി, മരണത്തിനപ്പുറമായി നിത്യജീവന്റെ പ്രത്യാശ നൽകുന്ന വചനം നമ്മൾക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിത ലോകത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന ഏറ്റവും പ്രത്യാശയുടെ വചനം, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് പ്രിയ പിതാവ് പ്രവേശിച്ചത്. ക്രിസ്തുവിൽ ജീവിക്കുന്നതും ക്രിസ്തുവിൽ മരിക്കുന്നതും ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഒരു പദവിയാണ്. അങ്ങനെയുള്ള ഉത്തമമായ ഒരു പദവിയിലേക്കാണ് പ്രിയ പിതാവ് ചേർക്കപ്പെടുവാൻ ഇടയായത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന മുതന്മാരെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തന്നെ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്ന നാഴിക വന്നിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ പ്രിയ പിതാവും ദൈവത്തിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ തേജസ്സുള്ള ശരീരത്തോടുകൂടെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഈ മൃദുശരീരം നമ്മൾ ഇവിടെ അടക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ ഈ പിതാവ് കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ തേജസ്സുള്ള ശരീരത്തോടുകൂടെ താൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ മോശയെ അടക്കിയ സമയത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുകയും എന്നും അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വിളിക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രിയ പിതാവിന്റെയും പേര് വിളിക്കും. ഈ പ്രിയ പിതാവും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളത്തിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സകലവും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന എന്റെ വ്യാപാര ശക്തിയുണ്ട്. നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ എന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവമക്കളെ, നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. പൗലോസ് അപ്പോസ്തലൻ 15-ാം അധ്യായം കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ ഡെഡ് ബോഡി നമ്മൾ ഇവിടെ വിതയ്ക്കുകയാണ്. ഈ ഡെഡ് ബോഡി ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഇത് ഉയർത്തെഴുന്നേൽക്കും. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കും. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീയ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. നാം മനുഷ്യന്റെ മണ്ണുകൊണ്ടുള്ള പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിപ്പാനായിട്ട് ഇടയായി തീരും. പ്രവാചക പുസ്തകത്തിൽ യെശയ്യാവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ നിങ്ങൾ ഉണർന്നു ഘോഷിപ്പീൻ. നിങ്ങളുടെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ആയിരിക്കും. ഭൂമി ഭരതന്മാരെ പ്രസവിക്കുമല്ലോ. ദൈവത്തിന്റെ വചനത്തിൽ പ്രത്യാശ വെച്ച് ജീവിച്ച് മരിക്കുന്ന ഒരു ഭക്തന്റെ ഡെഡ് ബോഡി, മൃദുശരീരം ദൈവത്തിന്റെ ശരീരമാണ്.
നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ നിശ്ചയമായും പ്രിയ പിതാവിന്റെ ശരീരവും കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഈ കുഴിമാടം വിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് സജ്ജീകരണ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ എന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. അതുകൊണ്ട് ഈ പ്രിയ പിതാവിന്റെ ഡെഡ് ബോഡി ഈ സെല്ലിൽ നമ്മൾ മറവ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രത്യാശയോടുകൂടെയാണ് നമ്മൾ ഈ സെമിത്തേരി വിട്ടു പോകുന്നത്. കർത്താവിന്റെ കാഹള ശബ്ദം മേഘത്തിൽ മുഴങ്ങുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഈ പ്രിയ പിതാവും തേജസ്സുള്ള ശരീരത്തോടുകൂടെ അവൻ വിശുദ്ധന്മാരുടെ മുൻനിരയിൽ കാണുന്നുള്ള പ്രത്യാശയോടുകൂടെ തന്റെ ഡെഡ് ബോഡി നമ്മളിവിടെ അടക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവദാസൻ പാസ്റ്റർ വിൽസൺ കുറികൾ. കരുണയും മനസ്സിലുള്ള ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവിനെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ തിരുസന്നിധിയിൽ ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായിരുന്നു. പ്രിയ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ തന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനേക പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിലൊന്നും പെട്ടുപോകാതെ കർത്താവെ അവിടുത്തെ ബലപ്പെടുത്തി അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ച് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട പിതാവിനോടൊത്ത് ഞങ്ങൾ ഒരിക്കൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെയും മക്കളെയും കൊച്ചുമക്കളെയും കുടുംബങ്ങളെയും എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുവാനാകണമേ. തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇനി ഡെഡ് ബോഡി കാണുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള അവസരമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും ഡെഡ് ബോഡി അവസാനമായി കാണുവാനുണ്ടെങ്കിൽ ഉള്ള അവസരമുണ്ട്. ആരുമില്ലെന്ന് കരുതുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ പ്രിയ പ്രസിഡന്റ് മുഖം മൂടിക്കട്ടെ. ഇപ്പോൾ രണ്ട് വേദഭാഗങ്ങളുടെ കർത്താവിന്റെ ദാസന്മാർ വായിക്കും. പുസ്തകമായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ രണ്ട് ദൈവഭക്തന്മാരുടെ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്ത് എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ശുശ്രൂഷിച്ചുകൊള്ളുകയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ
ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ദൈവത്തിന്റെ പ്രിയ പുത്രനായിരുന്ന പ്രിയ പുരുഷനായിരുന്ന ദാനിയേലിനെ ഒടുവിലായി സർവശക്തനായ ദൈവം തന്നെ മംഗളാശംസകൾ ചൊല്ലി യാത്ര അയച്ചതുപോലെ ഈ പ്രിയ പിതാവിനോടും ഞങ്ങൾ പറയുന്നത്, അല്ലയോ പ്രിയ പിതാവേ, അവസാനം വരുവോളം നീ പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. മനുഷ്യനെ പൊടിയിലെ മണ്ണുകൊണ്ട് എടുക്കുന്നതുകൊണ്ട് പൊടി പൊടിക്കും കോഴി പൊടിക്കുമായി ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പെട്ടി അടയ്ക്കാം. പെട്ടി അടച്ച് ലോക്ക് ഇട്ടിട്ട് സെമിത്തേരിലോട്ട് സെല്ലിലോട്ട് വെച്ചിട്ട് പെട്ടി അടച്ച് ലോക്കിട്ടതിന് ശേഷം സെല്ലിലേക്ക് എഴുതിയിട്ടു. കർത്തൃകാലം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാർഗവാദശോഭിതത്തിൽ നാൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങളും യശയ്യാപ്രവചനം 26-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിച്ചു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ള ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇതിങ്ങനെ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. 26-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഞങ്ങളുടെ പ്രിയ പിതാവിന്റെ അടുത്ത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങളിലൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ 86 വർഷക്കാലം ലോകത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് തനിക്ക് ഭാഗ്യം കൊടുത്തു. ചെറുപ്രായത്തിലെ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബയോഗത്തിലേക്ക് പ്രവേശിപ്പാൻ തലമുറകളെ, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിച്ച് പ്രത്യാശയോടുകൂടെ അങ്ങയുടെ സമയമായപ്പോൾ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത വാസസ്ഥലത്തേക്ക് അങ്ങനെ ചേർക്കുവാൻ പ്രസാദം തോന്നിയതുകൊണ്ട് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരുന്ന തലമുറകളെ ഭവനമായി
ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദുഃഖത്തിന്മേൽ ദുഃഖമുണ്ടാകാതെ വണ്ണം ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഭക്തിയുള്ള പുരുഷന്മാർ അങ്ങയുടെ വചനമാകുകയാണ്. ഇന്ന് മുതൽക്കാല ഭക്തന്മാരായ ദൈവദാസന്മാരാൽ ഈ പ്രിയ പിതാവിന് ലഭിച്ച നല്ല അടക്ക ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ അടക്ക ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ആൽപ്പിക്കുന്നു. പ്രത്യാശയില്ലാതെ ഇതുവരെ ആരെങ്കിലും ആയിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയിലെ ദിവസം ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ ഒരുക്കപ്പെടുവാൻ എല്ലാവർക്കും അവിടെ നിലനിൽക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും അങ്ങ് തീപ്പൊയ്യയിൽ തള്ളിയിടുമെന്ന് അങ്ങയുടെ വചനമാകിയാൽ ആമേ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മുന്നേറുവാൻ അവിടെ ഇടയാക്കണമേ. ഈ ശുശ്രൂഷ ഐശ്വര്യമായി നിർവഹിക്കുവാൻ അങ്ങയുടെ ദാസനെ കരങ്ങൾ എടുത്തതുകൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളേറിയ പ്രത്യാശയോടെ പ്രിയ പിതാവിനെ സെല്ലിലെ അടക്കം ചെയ്യുവാനായിട്ട് ഗംഭീരനാഥത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വേഗങ്ങൾ എടുക്കപ്പെടുന്ന ആ പ്രത്യേക ദിനത്തിൽ ഞങ്ങളുടെ പ്രിയ പിതാവിനെയും കാണാമെന്നുള്ള ഏറിയ പ്രത്യാശയോടെ ഞങ്ങൾ വിട പറയുകയാണ്. കുടുംബാംഗങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളിലേക്ക് ആൽപ്പിക്കുന്നു. അവരെ സഹായിക്കണമേ. ഒരു ദിവസങ്ങൾ അവരൊക്കെ അവിടെ ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആയിരിക്കുമ്പോൾ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ദൈവിക സമാധാനം എല്ലാവരുടെ മേലും പകരണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പ്രത്യാശയോടെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപകളും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയിൽ സഹവാസക്കാവ് നമ്മളോടും ഈ ശിശുവിനെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും അച്ഛന്റെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴേക്കും കർത്താവിന്റെ മേഘത്തിലെ രണ്ടാമത്തെ പ്രത്യക്ഷതയിലെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ശിശുവിനെ സംബന്ധിച്ച ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും സ്നാക്സ് ഇവിടെ ഈ എജി ചർച്ചിന്റെ കാമ്പൗണ്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടേ പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. ദൂരെ തോന്നാ ബന്ധുമിത്രങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഈ ഭവനത്തിന്റെ വീട്ടിൽ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണമെന്ന് ലളിതമായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാണ്. Gracias.